അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇപ്പോൾ SNDP യോഗവും NSSും ഐക്യപ്പെടേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് NSS എത്തിച്ചേരുകയാണ്. എന്താണോ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ സുകുമാരൻ നായർ പറഞ്ഞത് അതെല്ലാം തന്നെ വിഴുങ്ങിക്കൊണ്ടുള്ള പ്രതികരണം പുതുതായി വരികയാണ്. ഐക്യത്തിന്റെ കാലഘട്ടമാണ് ഇത് എന്ന് പറയുമ്പോൾ ഐക്യത്തിന് ഒരു സാഹചര്യവുമില്ല എന്ന് പറയുന്നു. മകനെ പോലെ സ്വീകരിക്കും തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയെ വിടുന്നത് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണെന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നെടുത്ത പ്രതികരണമാണോ അതോ തിരിച്ചറിവ് ബോർഡ് ഉണ്ടാക്കിയതാണോ? എന്താണ് കോൺഗ്രസിനെ മനസ്സിലാക്കൽ? നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ NSS ഡയറക്ട് ബോർഡ് എന്തൊക്കെ തീരുമാനിക്കണം, അല്ലെങ്കിൽ SNDP യോഗം കൗൺസിൽ എന്തൊക്കെ തീരുമാനിക്കണം, അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു റോളുമില്ലെന്നേ. കാലാകാലങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ വ്യത്യസ്തരായിട്ടുള്ള സമുദായ മത നേതാക്കന്മാരൊക്കെ അഭിപ്രായം പറയാറുണ്ട്. അവരെ വെല്ലുവിളിക്കുന്ന ഒരു സ്വഭാവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾക്കില്ല. ചില സന്ദർഭങ്ങളിൽ വിമർശനാത്മകമായ കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ വിശദീകരണം കൊടുക്കുകയും തിരുത്തപ്പെടേണ്ടതാണെന്ന് തോന്നിയാൽ ആ അഭിപ്രായം പറയുന്നതിന് കോൺഗ്രസിന്റെ ഒരു നേതാവും ഭയം കാട്ടാറുമില്ല. നമ്മളെല്ലാവരും പറയുന്നവരാണ്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശനാവട്ടെ, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാകട്ടെ, മുൻ പ്രസിഡന്റുമാരെ എടുക്കൂ, CVM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ആരാണ് മാറി നിന്നിട്ടുള്ളത്? ഒരാളും മാറി നിൽക്കില്ല. പൊതുവായി പറയേണ്ട വിഷയങ്ങളിൽ ഇവരെല്ലാവരും തന്നെ അഭിപ്രായം പറയുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് NSS എന്ത് ചെയ്യണം, SNDP എന്ത് ചെയ്യണം, അതൊക്കെ അവർക്ക് വിവേചനാധികാരമുണ്ട്. പലപ്പോഴും ധാരണകളും തെറ്റിദ്ധാരണകളും ഉണ്ടാവും. മുൻകൂട്ടി ഉണ്ടാകുന്ന ധാരണകളുടെ അടിസ്ഥാനത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തും. ഇവിടെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കൂടുതൽ വിമർശിക്കപ്പെടുന്നതിന്റെ കാരണം അദ്ദേഹം ധാരണകൾ മുൻകൂട്ടി അങ്ങ് നിശ്ചയിച്ച് പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നു. പറയേണ്ടാത്ത ചിലതും കൂടി അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി കടാക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലത് വരുന്നു, വിനയായി വരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നതിന് കാരണം. SNDP യോഗത്തെ വിമർശിക്കുകയല്ല. പക്ഷേ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരാളുടെ നാവുപിഴകൾ, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ബോധപൂർവം മുൻകൂട്ടി മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന ധാരണകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുടെ പരിണത ഫലമാണ് അദ്ദേഹം വിമർശിക്കപ്പെടുന്നത് കൂടുതലായി. അദ്ദേഹം സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നതിന് ആരും എതിരല്ല. 30 വർഷത്തിലേറെ ആ സമുദായത്തിന്റെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ അകത്തുള്ളവർ പറഞ്ഞാലും പുറത്തുള്ളവർ പറഞ്ഞാലും 10-30 വർഷത്തിലേറെ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ആ സംഘടനയുടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയ വിമർശനമാവാം. അദ്ദേഹത്തിന്റെ പല നടപടികളിൽ നിന്ന് നമുക്ക് വിയോജിപ്പുണ്ടാകാം. അതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ വേണം. പക്ഷെ 10-30 വർഷക്കാലം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ കസേരയിൽ ആരൊക്കെ എതിർത്താലും ഇതിന്ന് സംഘടനാ മികവോടുകൂടി കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ മിടുക്കാണ്. പക്ഷെ വിദ്യാസാഗർ, ശ്രീ CK വിദ്യാസാഗർ വളരെ വിശദമായി പറയുന്നുണ്ട് ആ മിടുക്ക് എന്താണ് എന്നുള്ളത്. അല്ല, അതിലേക്ക് താങ്കൾക്ക് പോകാൻ പരിമിതി ഉണ്ടാകാം, താങ്കൾ അതിലേക്ക് അധികം പോകണ്ട. NSSന് എന്ത് പറ്റിയെന്നെങ്കിൽ നിങ്ങൾക്കൊരു മനസ്സിലാക്കൽ ഉണ്ടാകുമല്ലോ, അത് പറയാമോ? അല്ല, ഞാൻ പറഞ്ഞപ്പോ ശ്രീ വിദ്യാസാഗർ SNDP യോഗത്തിന്റെ മുൻ പ്രസിഡന്റാണ്. എനിക്ക് വളരെ നല്ല പരിചയവും അടുപ്പവും ബഹുമാനവും ഉള്ള ആളാണ്. അതിനൊന്നും എനിക്ക് തർക്കമില്ല. അതൊക്കെ സംഘടനാപരമായിട്ടോ വ്യക്തിപരമായിട്ടോ ഉള്ള വിഷയങ്ങളിൽ അവർ 2 സ്റ്റെപ്പ് അവർ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണല്ലോ. SNDP യോഗം പ്രസിഡന്റായിട്ട് CK വിദ്യാസാഗർ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോട് ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അന്ന് അവരെല്ലാം ഒറ്റക്കെട്ടായിരുന്നല്ലോ. പിന്നീട് അവർ തെറ്റുന്നു, അത് അവരുടെ മാറ്റർ. നമ്മൾ അതിനൊന്നും ഞാൻ അതിൻ്റെ അകത്ത് 2 വശവും പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നിലവിൽ ഓരോ സമുദായ സംഘടനകളും അതാത് സമുദായ നേതാക്കന്മാർ അവരുടേതായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ നിലനിൽപ്പ് നോക്കിയല്ലേ അവർ തീരുമാനം എടുക്കുന്നത്. അവരുടെ സംഘടനാപരവും വ്യക്തിപരവുമായ നിലനിൽപ്പ് നോക്കി അഭിപ്രായം തീരുമാനിക്കുമ്പോൾ അതിൽ കോൺഗ്രസിന് എന്ത് റോള്? ഞങ്ങളെ എതിർക്കാൻ ഇവർ ഒരുമിച്ചിട്ടുണ്ടല്ലോ. അല്ല, നിങ്ങളെ എതിർക്കാൻ ഒരുമിച്ചെടുത്തതെന്നാണ് ഇപ്പോൾ പിന്നാക്കം പോകേണ്ടി വന്നിരിക്കുന്നത്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഈ 10 മിനിറ്റ് ഇടവേളയിൽ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും അടുപ്പിച്ചടുപ്പിച്ച് വാർത്താ സമ്മേളനങ്ങൾ നടത്തുക. ഈ വാർത്താ സമ്മേളനത്തിൽ പൊതുവായി പറയുന്നത് രണ്ടുപേരും പ്രതിപക്ഷ നേതാവിനെതിരെയാണ്. VD സതീശനെതിരെ പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നിർത്തുമ്പോൾ VD സതീശനെ പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായർ തുടങ്ങുന്നു. ഇതാണല്ലോ നമ്മൾ കണ്ടത്, 2 തവണയായി കണ്ടത്. പിന്നെ അതിൽ നിന്നും ഇപ്പോൾ ഇതാ സുകുമാരൻ നായർ പിന്നാക്കം പോയിരിക്കുന്നു. ഞാൻ ഇതിലില്ല, ഈ കളിക്ക് ഞാനില്ല എന്ന് പറയുന്നതിന് പിന്നിൽ എന്താണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്? അല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി വേറൊരാളാ കസേര ഇരുന്നാൽ മറ്റൊരു തലത്തിൽ വിമർശിക്കപ്പെടും.
അത് സ്ഥാനത്തിരിക്കുന്നതിന്റെ പ്രശ്നമാണ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്നു കൊണ്ട് UDF നയിക്കുന്ന ഒരാൾ ചില നേതാക്കന്മാരുടെയോ സമുദായ സംഘടനകളുടെ താല്പര്യത്തിന് വശംവദരായി അവർ പറയുന്നതിനെല്ലാം തല കുലുക്കണമെന്ന് പറഞ്ഞാൽ ഒരാൾക്കും കുലുക്കാൻ കഴിയില്ല. ഇതേ ഞാൻ ചോദിച്ചല്ലേ, മുൻ പ്രതിപക്ഷ നേതാവ്, ഒരു സെക്കൻഡ്, മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല എത്രയോ കാലം NSSുമായി സ്വസമുദായമായിട്ട് പോലും എത്രയോ കാലം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു? അഭിപ്രായ വ്യത്യാസം ഇല്ലായിരുന്നു. സതീശനെ മാത്രമാണോ അവർ എതിർത്തത്? രമേശ് ചെന്നിത്തല എത്രയോ കാലം എതിർത്തു. ശശി തരൂരിനെ ഡൽഹി നായർ എന്ന് വിശേഷിപ്പിച്ചില്ലേ? അപ്പൊ ഇത് കോൺഗ്രസിൽ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ അല്ല, ഓരോ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് അതാത് സമയങ്ങളിൽ അവർക്ക് തോന്നുന്ന വിഷയങ്ങളിൽ അവരുടെ നിലപാടുകളുമായി പൊരുത്തപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പല നേതാക്കളും പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് വശംവദരാകാത്ത ആളുകളെ വിമർശിക്കപ്പെടുമെന്നേ. അത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം NSSനും NSSന്റെ നേതാക്കൾക്കും ഉണ്ട്, SNDPക്കും SNDP നേതാക്കളും. ശരി, അതിലൊരു പൊതു ഘടകമായി പ്രതിപക്ഷ നേതാവിന്റെ പേര് വന്നു എന്നിടത്താണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഇപ്പോൾ ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോൾ ചെന്നിത്തലയെ ഇഷ്ടമാണ് എന്ന രൂപത്തിലുള്ള പ്രതികരണം കൂടി കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ സുകുമാരൻ നായർ നടത്തിയാണ്. ഞാൻ വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.